ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ മാഷും പ്രിയാമണിയും ചിപ്പി മോളും കൂടി ക്യാരം ബോർഡ് കളിക്കാണ് കേട്ടോ. അപ്പോൾ ചിപ്പി മോളിങ്ങനെ മാഷോടും പ്രിയാമണിയോടും പറയുന്നുണ്ട്, ഇതേ കള്ളത്തരം കളിക്കരുതേ, കള്ളത്തരം കാണിച്ചവരെ ഔട്ടായി എന്ന് അനൗൺസ് ചെയ്യുമെന്ന് പറയാൻ കേട്ടോ. അങ്ങനെ അവർ 3 പേരും കൂടെ കളിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ചിപ്പി മോള് കുറച്ച് കള്ളത്തരമൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം ഒരു കുസൃതി ചോദ്യമൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അലക്കാൻ പറ്റാത്ത ആറേതാണെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവർ 2 പേരും തോറ്റുപോകും. അപ്പോൾ സാമ്പാറെന്നൊക്കെ ഉത്തരവും പറയുന്നുണ്ട്. ഈ സമയത്ത് സൂരജ് വരും കേട്ടോ. അപ്പപ്പ എന്ന് വിളിച്ചിട്ട് ഓടി വരുന്നുണ്ട്. മോന് പുതിയ സ്കൂളിൽ അഡ്മിഷൻ കിട്ടിയല്ലേ, മോന് സന്തോഷമായോ, ഞാൻ ഹാപ്പിയാണ് അപ്പൂപ്പ എന്നൊക്കെ പറയും. അപ്പോൾ ആഷിതയും വരുന്നുണ്ട് കേട്ടോ. അന്ന് വന്ന പ്രതിഷേധം ഇപ്പോഴും ഉണ്ടോ എന്ന് ചോദിക്കും കേട്ടോ മാഷി. അപ്പോൾ പറയും ഇല്ല, എന്തായാലും അന്ന് വന്നതിന് ശേഷം പിന്നീട് ആലോചിച്ചു, വേണ്ടായിരുന്നു എന്ന് പറയും കേട്ടോ. അപ്പോഴേക്കും ഇഷിതയും സുജിയും വരികയാണ് കേട്ടോ. അങ്ങനെ അവർ 3 പേരും കൂടി കെട്ടിപ്പിടിച്ച് നിൽക്കണമെന്ന് മാഷ് പറയുന്നുണ്ട്. ഇതേപോലെ 3 പേരെ ഞങ്ങൾക്ക് എന്നും കാണണം. അപ്പോൾ പിന്നെ ഞങ്ങൾക്ക് ഒരു അസുഖവും വരില്ല, മനസ്സ് സ്ട്രെങ്ത് ആണെന്നുണ്ടെങ്കിൽ പിന്നെ ശരീരത്തിന് അസുഖം വരും എന്നൊക്കെ ചോദിക്കും കേട്ടോ. അതിനുശേഷം ഇഷിത പറയും, ചിപ്പി മോളെ നമുക്ക് ഒരുങ്ങിയിട്ട് വരാമെന്ന് പറയും. അതിനുശേഷം അപ്പൂപ്പൻ്റെ അമ്മൂമ്മൻ്റെ ഒക്കെ അനുഗ്രഹം വാങ്ങിച്ച് സൂരജും ഇഷിതയും ചിപ്പിയും ആഷിതൊക്കെ കൂടിയിട്ട് സ്കൂളിലേക്ക് വരികയാണേ. അപ്പോൾ സ്കൂളിൽ വന്നതിന് ശേഷം ആഷിത പറയാണ്, ഇനി അരമണിക്കൂറും കൂടി ഉണ്ടല്ലേ അഡ്മിഷന് വേണ്ടിയിട്ട്, അപ്പോൾ നമുക്ക് സ്കൂളൊക്കെ ഒന്ന് ചുറ്റിക്കാണാം. അപ്പോൾ സൂരജ് പറയുന്നുണ്ട്, ചിപ്പിയുടെ ഗാർഡിയൻ ഇനി ഞാനാണ് കേട്ടോ, ചിപ്പിയുടെ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം എന്നൊക്കെ പറയും. അങ്ങനെ അവർ സ്കൂൾ കാണാൻ പോകുകയാണേ. ആ സമയത്താണ് ആദ്യം രജനിയും മഹേഷും കൂടി വന്ന് കാറിൽ ഇങ്ങനെ ഇറങ്ങുന്നത് ഇഷിത കാണുന്നത്. അപ്പോൾ ഇഷിത ഇങ്ങനെ മനസ്സിലാലോചിക്കുന്നുണ്ട് കേട്ടോ. ചിപ്പിയുടെ പ്രോഗ്രസ് മീറ്റിങ്ങിന് വരാൻ പറഞ്ഞപ്പോൾ തിരക്കുള്ള മീറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഇവരെ കൂടെ ഇങ്ങനെ മഹേഷ് വന്ന് വിട്ടു എന്നിങ്ങനെ മനസ്സിലാലോചിക്കുന്നുണ്ട്. അങ്ങനെ ഫോൺ ചെയ്യാണ് മഹേഷ്. മേഡം വന്നു എന്നൊക്കെ പറയാനിരുന്നത്, മേഡം വന്ന കാര്യം പറയാനായിട്ട് ഫോൺ ചെയ്യുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് അതിനെ കാണുമ്പോൾ ഇഷിതയ്ക്ക് ഭയങ്കര സന്തോഷമാവാണ് കേട്ടോ. അപ്പോൾ ആദ്യം രജൻ്റെ അടുത്ത് ചെന്ന് പറയുകയാണ്, ഞാൻ അവരൊന്ന് കണ്ടിട്ട് വരട്ടെ, അവരങ്ങനെ വിട്ടാൽ ശരിയാവില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വരികയാണ് കേട്ടോ. അപ്പോഴേക്കും ഇഷിതയ്ക്ക് അതിനെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാവും കേട്ടോ. അപ്പോൾ ഇഷിത മോനെ ഇന്ന് വിളിക്കുന്നുണ്ട്. അപ്പോഴേക്കും ഇഷിതയുടെ അടുത്ത് വന്നിട്ട് പറയുന്നുണ്ട്, അത് നിങ്ങളെന്നെ മോനെ ഒന്നും വിളിക്കണ്ട, എനിക്ക് അങ്ങനെയൊന്നും വിളിക്കുന്നത് ഇഷ്ടമേ അല്ല എന്ന് പറയുന്നുണ്ട്. അതിന് ശേഷം പറയുന്നുണ്ട്, നിങ്ങൾ എൻ്റെ അമ്മനെ വെല്ലുവിളിച്ചു എന്ന് പറഞ്ഞല്ലോ, ചിപ്പിനെ കൊണ്ടുവന്നതുപോലെ ആദ്യം കൊണ്ടുവരുന്നു, എന്നാൽ നിങ്ങളൊന്ന് കൊണ്ടുവന്ന് നോക്ക്, ഞാൻ കാണട്ടെ. പക്ഷേ ഞാനിപ്പോൾ നിങ്ങൾ തിരിച്ച് വെല്ലുവിളിക്കുകയാണ്. ആദ്യയുടെ അടുത്തേക്ക് ചിപ്പിനെ കൊണ്ടുവരും, ഞാൻ കൊണ്ടുവരും ചിപ്പിനെ. അപ്പോൾ ഇഷിത പറയുന്നുണ്ട്, ചിപ്പിനെ മോനെ എവിടെ വേണമെങ്കിലും കൊണ്ടുപോകാം, മോൻ്റെ അനിയത്തിയല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതിനെ ദേഷ്യം, അമ്മനെ ഇനി ഒരിക്കലും നിങ്ങൾ ഉപദ്രവിക്കരുതെന്ന് പറഞ്ഞിട്ട് ആദ്യം അവിടെ നിന്ന് പോകുമ്പോൾ ഇഷിത പിന്നീന്ന് ഇഷാദേന്ന് വിളിക്കുകയാണ് കേട്ടോ. ഇഷാദേന്ന് വിളിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ആദ്യം ഇങ്ങനെ സ്നേഹത്തോട് കൂടിയിട്ട് ഇഷിതനെ ഇങ്ങനെ നോക്കുകയാണ്. എന്നിട്ട് തലയിലൊക്കെ ഇങ്ങനെ പിടിക്കുകയാണ്, എന്തോ ഒരു പെരുപെരുപ്പ് പോലെ കാണിക്കുകയാണ്. അപ്പോഴേക്കും രചന കൂടി വരട്ടെ, എന്താ മോനെ എന്താ എന്ന് ചോദിക്കുകയാണ്. ഇഷിതയ്ക്കാണെങ്കിൽ അത് കാണുമ്പോൾ സന്തോഷമാവും, കാരണം ആ ഒരു വിളിയിൽ മനസ്സിൽ ഇഷിത ഉണ്ടെന്ന് മനസ്സിലാവാണ് കേട്ടോ ആദ്യം. അപ്പോൾ ഇഷിതയാണെന്നുണ്ടെങ്കിൽ സന്തോഷത്തോടു കൂടി നിൽക്കുകയാണ്. അതിനുശേഷം ഇഷിത മഹേഷിൻ്റെ അടുത്തേക്ക് വരികയാണ് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, മഹേഷ് വരില്ല എന്ന് പറഞ്ഞെങ്കിലും ചിപ്പിയുടെ മീറ്റിങ്ങിന് വന്നല്ലോ, പിന്നെ ആലോചിച്ചിട്ടുണ്ടാവല്ലേ വരാമെന്ന്, അതുകൊണ്ടായിരിക്കുമല്ലേ ചിപ്പിയുടെ മീറ്റിങ്ങിന് വന്നത്. അല്ല അത് പിന്നെ എന്ന് പറയാൻ കേട്ടോ, ഞാൻ ആദ്യയുടെ കൂടെയാണ് വന്നത്, ആദ്യക്ക് ഇന്ന് അഡ്മിഷൻ ഉണ്ട്, അപ്പോൾ അവർ വിളിച്ചിട്ടുണ്ടായിരുന്നു വരണമെന്ന് പറഞ്ഞിട്ട്, അപ്പോൾ ഒഴിവാക്കാൻ പറ്റാത്തതായിപ്പോയി എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ ഇഷിത പറയാണ് കേട്ടോ, ഓഹോ അതിന് വേണ്ടി വന്നതാണല്ലേ, അപ്പോൾ ഞാൻ ചിപ്പിയുടെ മീറ്റിങ്ങിനാണ് വന്നതെന്ന് വിചാരിച്ചു, അവളോട് ഇപ്പോഴും പ്രണയമുണ്ടല്ലേ മനസ്സിൽ, അവൾ പറഞ്ഞു നടക്കുന്നുണ്ട് നിങ്ങളോട് ഇപ്പോഴും അവൾക്ക് പ്രണയമാണെന്ന്, അപ്പോൾ അത് സത്യം തന്നെയാണല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇഷിത താൻ എന്ന് പറയാൻ കേട്ടോ. താൻ എന്ത് ഇങ്ങനെ എന്ന് ചോദിക്കുമ്പോഴേക്കും പെട്ടെന്ന് ഇഷിത ചിരിക്കുകയാണ് കേട്ടോ. പേടിച്ചു പോയോ, ഞാനൊരു തമാശ പറഞ്ഞതല്ലേ, ആദിനെ ജീവനാണെന്ന് എനിക്കറിയാം, ആദിക്ക് വേണ്ടി വന്നതാണെന്നും എനിക്കറിയാം. അപ്പോൾ മഹേഷ് പറയുകയാണെ, എന്നെ ആവശ്യം ഉണ്ടായിട്ടൊന്നും എല്ലാവരും വിളിച്ചത്, പ്രിൻസിപ്പാൾക്ക് എന്നോടുള്ള പ്രത്യേക ഇഷ്ടം കൊണ്ട് കുറച്ച് സമയമെങ്കിലും അതിലെ ഡാഡിയായിട്ട് ഞാൻ ഇരിക്കാൻ വേണ്ടിയിട്ട് വിളിച്ചതാണ് എന്ന് പറയും. അപ്പോൾ അതൊന്നും സാരമില്ല, എന്തായാലും മഹേഷ് ചെല്ല്, അഡ്മിഷനല്ലേ എടുത്തു കൊടുക്കുക എന്നൊക്കെ പറയും കേട്ടോ. അപ്പോഴേക്കും ആഷിതയും അതുപോലെ ചിപ്പിയൊക്കെ വരാൻ ഡാഡി ഓടിച്ചെന്ന് വിളിച്ച് ചിപ്പി ചെല്ലുന്നുണ്ട് കേട്ടോ. അപ്പോൾ സൂരജ് ഇവിടെ അഡ്മിഷൻ കിട്ടിയില്ല, ഹാപ്പി ആയാലും ചിപ്പിനെ ഇനി ഞാൻ നോക്കിക്കോളാം കേട്ടോ എന്നൊക്കെ പറയേ. അങ്ങനെ അവർ ഓരോ തമാശകളൊക്കെ പറയാണ്. പിന്നീട് മഹേഷ് ആഷിതിനോട് ചോദിക്കുന്നുണ്ട്, അന്ന് ഞങ്ങൾ വന്ന് കുറച്ച് ചളാക്കിയല്ലേ, ചെറുതായിട്ട് എന്നൊക്കെ ആഷിതയും പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഇഷിത സൂരജിനോട് അതുപോലെ തന്നെ ചിപ്പിനോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ആദിക്ക് ഇവിടെ അഡ്മിഷൻ ഉണ്ട്, ആദ്യം മോള് ചേട്ടാനെ വിളിക്കാവൂ, സ്നേഹത്തോടെ പെരുമാറണം, ഇല്ല എന്നോട് സ്നേഹം കാണിച്ചാൽ മാത്രമേ ഞാൻ ആ ചേട്ടനോട് സ്നേഹം കാണിക്കുള്ളൂ എന്ന് ചിപ്പിയും പറയുന്നുണ്ട്.
അതിനുശേഷം കാണിക്കുന്നത് രചനയും അതിനെയാണ് കേട്ടോ. അപ്പോൾ ഇതിനോട് രചന പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട്. പ്രിൻസിപ്പാളിൻ്റെ അടുത്ത് വെച്ച് ഡാഡിയോട് നല്ല സ്നേഹമായിട്ട് പെരുമാറണം കേട്ടോ, അല്ലെങ്കിൽ ശരിയാവില്ല എന്നൊക്കെ പറയുകയാണ്. എനിക്ക് താല്പര്യം ഉണ്ടായിട്ടല്ല, ഡാഡി വരുന്നുണ്ട്, സ്നേഹത്തോടു കൂടി മോൻ ചെന്ന് ഡാഡിയെ വിളിച്ചുകൊണ്ട് വായു എന്ന് പറയും. ശരി അമ്മയെന്ന് പറഞ്ഞിട്ട് വേഗം തന്നെ മഹേഷിൻ്റെ അടുത്തേക്ക് ആദ്യം പോകുന്നുണ്ട്. എന്നിട്ട് വാടാടി എന്നും വിളിച്ചും കണ്ടിട്ട് ഇങ്ങനെ സ്നേഹത്തോടു കൂടിയിട്ട് കയ്യിലൊക്കെ ചുറ്റി പിടിച്ചിട്ട് 3 പേരും കൂടിയിട്ട് പ്രിൻസിപ്പാളിൻ്റെ റൂമിലേക്ക് അഡ്മിഷന് വേണ്ടി പോകുകയാണ്. അപ്പോൾ അതിനെ കാണുമ്പോൾ തന്നെ ഇതാണല്ലേ ആദിത്യൻ മഹേഷ് ചന്ദ്രൻ എന്ന് ചോദിക്കുകയാണ്. യെസ് എന്ന് പറഞ്ഞിട്ട് ഊട്ടിയിൽ നിന്നുള്ള വിശാലമായ സ്കൂളിൽ നിന്ന് ഇവിടുത്തെ കേരളത്തിൽ ഈ സ്കൂളിലേക്ക് വരാനുള്ള കാരണം എന്താണ് എന്നൊക്കെ ചോദിക്കും. അപ്പോൾ ഇത് ഗോഡ്സ് ഓൺ കൺട്രി ആണല്ലോ, എനിക്ക് കേരളമാണ് ഇഷ്ടം, ഇതെൻ്റെ ജന്മസ്ഥലമല്ലേ, അപ്പോൾ അതുകൊണ്ട് എനിക്ക് കേരളത്തിലെ സ്കൂളിൽ പഠിക്കാൻ ഇഷ്ടം, മാത്രമല്ല എൻ്റെ അമ്മയുടെ അച്ഛൻ്റെയും കൂടെ ജീവിക്കാനാണ് എനിക്ക് ആഗ്രഹം എന്ന് പറയട്ടോ. അപ്പോൾ പ്രിൻസിപ്പാൾ പറയും, കേട്ടോ മഹേഷ്, അമ്മയുടെ അച്ഛൻ്റെ കൂടെ ജീവിക്കാനുള്ള ആഗ്രഹം കൊണ്ടാണ് ആദ്യം ഈ സ്കൂൾ തിരഞ്ഞെടുത്തതെന്നാണ് പറയുന്നത്. അപ്പോൾ ആകാശ് മേനോന് സുഖമാണോ എന്നൊക്കെ ചോദിക്കട്ടോ. ഞങ്ങൾ തമ്മിലെ ഫ്രണ്ട്സ് മാത്രമാണ്, പക്ഷേ ഞങ്ങൾ തമ്മിൽ വേറെ റിലേഷൻഷിപ്പൊക്കെ ഉണ്ടെന്ന് പലരും തെറ്റിദ്ധരിക്കുന്നുണ്ട്. പക്ഷേ എൻ്റെ മോൻ ആദിക്ക് വേണ്ടിയിട്ട് ഞാൻ മറ്റൊരു വിവാഹം കഴിക്കാതിരിക്കുന്നത് എന്ന് പറയും. അപ്പോൾ പ്രിൻസിപ്പാൾ പറയുന്നുണ്ട്, എന്തായാലും മഹേഷിനും കൂടിയിട്ട് ആദിക്ക് വേണ്ടിയിട്ട് രണ്ടാമതൊരു വിവാഹം കഴിക്കാതിരിക്കാമായിരുന്നു എന്നൊക്കെ പറയും. അപ്പോൾ രചന പറയും, അതുപോലെ എന്നെപ്പോലെ വിട്ടുവീഴ്ച ചെയ്യാൻ മഹേഷിന് തോന്നിയില്ല എന്നൊക്കെ പറയും കേട്ടോ. മഹേഷാണെന്നുണ്ടെങ്കിൽ ഒന്നും മിണ്ടാതെ നിന്ന് സൈൻ ചെയ്ത് കൊടുക്കുകയാണ്. അങ്ങനെ സൈനിങ് ഒക്കെ കഴിഞ്ഞ ശേഷം പ്രിൻസിപ്പാൾ പറയും, ഇപ്പം മോനെ ഇവിടെ അഡ്മിഷൻ കിട്ടിയിട്ടോ എന്ന് പറയും. അതിന് ശേഷം എല്ലാവരും കൂടിയിട്ട് പുറത്തേക്ക് വരികയാണ്. പുറത്തേക്ക് വരുന്ന സമയത്ത് മഹേഷിനാണെന്ന് ദേഷ്യം വന്നിട്ട് രജൻ്റെ അടുത്ത് പറയും, ഓഹോ നീ എന്തായിരുന്നടി അഭിനയം. അപ്പോഴേക്കും ആദ്യമാണെന്നുണ്ടെങ്കിൽ ഫോൺ മേടിച്ചിട്ട് അങ്ങോട്ട് പോകുകയും അപ്പോൾ മഹേഷ് പറഞ്ഞു, നിൻ്റെ അഭിനയം കലക്കി, എന്തൊക്കെ നുണകളാടി വിളിച്ച് പറഞ്ഞത്, റിലേഷൻഷിപ്പ് ഒന്നും ഇല്ല പോലും, എനിക്ക് പറയണമെന്ന് വിചാരിച്ചാണ്, റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ടാണ് നീ ഒളിച്ചോടി പോയതെന്നും പിള്ളേരെ ഉപേക്ഷിച്ചതെന്നൊക്കെ, പിന്നെ ഞാനത് ആദിക്ക് വേണ്ടിയിട്ടാണ് അത് മറച്ചു പിടിച്ചതെന്ന് പറയാം. അപ്പോൾ എനിക്കറിയാം, അതുകൊണ്ട് തന്നെയാണ് ഞാൻ കത്തി കയറിയത് ആദിക്ക് വേണ്ടി, നിങ്ങൾ എന്തും ചെയ്യുമെന്ന് എനിക്കറിയാം, ആദ്യം നിങ്ങളുടെ ഒരു വീക്ക്നെസ് ആണെന്നും എനിക്കറിയാം, അപ്പോൾ പിന്നെ എനിക്കിതൊക്കെ പറഞ്ഞല്ലേ പറ്റൂ എന്ന് പറയും. എനിക്കിപ്പോഴും നിങ്ങളോട് പ്രണയം തന്നെയാണ്, ഭയങ്കരമായിട്ടുള്ള പ്രണയം, നിങ്ങൾ ഇഷിതനെ സ്നേഹിക്കുന്നതും നിങ്ങളിങ്ങനെ ചുറ്റിപ്പിടിച്ച് നടക്കുന്നതൊന്നും എനിക്ക് സഹിക്കുന്നില്ല, അപ്പോൾ അതിൻ്റെ അർത്ഥം എനിക്ക് നിങ്ങളോട് ഇപ്പോഴും പ്രണയം തന്നെയാണെന്നല്ലേ. അതിനുശേഷം പറയുകയാണ്, ഞാൻ നിങ്ങളൊന്ന് ഹഗ് ചെയ്തോട്ടെ മഹേഷ്, എനിക്ക് നിങ്ങളോട് പ്രണയമുണ്ട്, അപ്പോൾ നിങ്ങൾക്ക് എന്നോട് പ്രണയമുണ്ടോയെന്ന് നിങ്ങളെ ഹഗ് ചെയ്യുമ്പോൾ നിങ്ങളുടെ നെഞ്ചെടുപ്പിൽ നിന്ന് എനിക്ക് മനസ്സിലാവും എന്ന് പറയുകയാണ്. അപ്പോൾ മഹേഷ് ദേഷ്യം വന്നിട്ട് സ്കൂളായി പോയിട്ടാണ് നിന്നെ, അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടുന്ന് എടുത്തെറിഞ്ഞനെ എന്ന് പറയും കേട്ടോ. അപ്പോൾ രചന ഇങ്ങനെ മഹേഷിനെ തന്നെ നോക്കി ചിരിക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും ആഷിതയൊക്കെ വരുന്നുണ്ട്. അപ്പോൾ മോനെ വാ, അച്ഛനെ വന്നിട്ട് കയ്യിൽ ചുറ്റിപ്പിടിക്കും, പ്രിൻസിപ്പാൾ വരുന്നുണ്ടെന്ന് പറയും. രചന ഇഷിത കാണാൻ വേണ്ടിയിട്ടാണ് മഹേഷിനെ എൻ്റെ കയ്യിൽ ചുറ്റിപ്പിടിച്ച് നിൽക്കുകയാണ് കേട്ടോ രചന. അപ്പോഴേക്ക് ഇഷിതയൊക്കെ വരും. ഇഷിതയ്ക്കാണെന്നുണ്ടെങ്കിൽ അത് കാണുമ്പോൾ ദേഷ്യം വരും. മഹേഷാണെങ്കിൽ പതുക്കനെ രചനയുടെ കൈ അങ്ങനെ വിടിച്ച് കളയും. അപ്പോൾ ഇവിടെ ആഷിതരെ മോനും അഡ്മിഷൻ കിട്ടിയല്ലേ, മഹേഷ് ഇന്നലെ വിളിച്ചപ്പോൾ പറഞ്ഞിരുന്നു. മഹേഷ് വിളിക്കുമ്പോൾ ആഷിതയുടെ കാര്യമൊക്കെ പറയാറുണ്ട് എന്നൊക്കെ പറയേ. ഈ മഹേഷ് രചനനെ വിളിക്കാറുണ്ടെന്ന് ഇഷിതനെ ബോധ്യപ്പെടുത്താണ് കേട്ടോ രചന. അതിനുശേഷം ചിപ്പിയുടെ അടുത്ത് ചെന്നിട്ട് മോളെ എന്ന് വിളിക്കും കേട്ടോ. അപ്പോൾ എനിക്ക് നിങ്ങൾ ഇഷ്ടമല്ല, നിങ്ങൾ എന്നെ തൊടേണ്ടെന്ന് പറഞ്ഞിട്ട് കൈ ഇങ്ങനെ തട്ടി മാറ്റും. അതിനുശേഷം ആഷിത അഡ്മിഷനും പോകും. ഇഷിത അവിടെ നിന്ന് ചിപ്പിനെയും കൊണ്ടുപോകും. അപ്പോൾ മഹേഷ് ഇങ്ങനെ രചനയോട് ചോദിക്കും, എന്നാടി നിന്നെ ഞാൻ വിളിക്കാറുള്ളത്, നീ എന്തിനാണ് ഇങ്ങനെ ആവശ്യമില്ലാത്ത നുണകളൊക്കെ പറയുന്നത്, ഞാൻ എന്ത് പറഞ്ഞാലും നിങ്ങളൊന്നും മിണ്ടില്ലാന്ന് എനിക്കറിയാം, അവളെ ഇന്നത്തെ കുടുംബകലഹത്തിനുള്ള കാരണം അവൾക്ക് ഇട്ടുകൊടുത്തതാണ് ഞാൻ എന്ന് പറയും. അതിനുശേഷം മഹേഷ് അവിടെ നിന്ന് പോകുമ്പോൾ, മോനെ ചിപ്പി സ്കൂളിലാണ്, മോൻ അവളോട് സ്നേഹത്തോടുകൂടി പെരുമാറണം, ശരി അമ്മേ എന്നൊക്കെ പറയും. ഈ സമയത്ത് മഹേഷ് അവിടേക്ക് വരികയാണ്. മഹേഷ് കാറിൽ കയറാൻ പോകുമ്പോഴേക്കും ആദ്യ തടയാണ്, നിങ്ങൾ ഞങ്ങൾക്കിനി വേണ്ട എന്ന് പറയും. അപ്പോൾ രചന പറയുന്നുണ്ട്, സോറി മഹേഷ്, എനിക്ക് എൻ്റെ മോനെ വേണം എന്ന് പറഞ്ഞിട്ട് വേഗം തന്നെ അവർ കാറിൽ കയറി പോവുകയാണ്. മഹേഷിനവിടെ പുറത്ത് നിർത്തി അവിടെ തനിച്ചാക്കൂട്ടോ. മഹേഷ് പറയുന്നുണ്ട്, എൻ്റെ കാറ് നിൽക്കുന്നിടത്ത് ഞാൻ ഇറങ്ങിക്കോളാം, പക്ഷെ അതവർ സമ്മതിക്കുന്നില്ല. അതിനുശേഷം കാറിൽ പോകുമ്പോൾ ആദ്യം ചോദിക്കുകയാണ്, ആ ചെക്കൻ ഏതാണ് ചിപ്പിയുടെ കൂടെ ഉള്ളതെന്ന് ചോദിക്കും. അന്നേരം രചന പറയുന്നുണ്ട്, അത് ഇഷിതയുടെ ചേച്ചി ഉണ്ടല്ലോ ആഷിത, അവളുടെ മോൻ സൂരജാണ് എന്ന് പറയും. ആണോ, എങ്കിൽ അവനും ഇനി മുതൽ എൻ്റെ ശത്രുവായിരിക്കും, അവനുള്ളത് ഞാൻ വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിങ്ങനെ ദേഷ്യത്തോട് നിൽക്കുന്ന ആദ്യം കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്ന. വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.